എക്സ്പ്ലറേറ്ററി ഡേറ്റ അനാലിസിസ്. ഡേറ്റയെ മോഡൽ ചെയ്യുന്നതിന് മുമ്പ് ആ ഡേറ്റയെ മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് നമ്മൾ എക്സ്പ്ലറേറ്ററി ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിങ്ങിലും എഐയിലും ആദ്യം ഡേറ്റയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഡേറ്റ യൂസ് ചെയ്ത് മെഷീനെ ട്രെയിൻ ചെയ്യിക്കുന്നു. അപ്പോൾ ഡേറ്റ ആ ഒരു മോഡലിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഡേറ്റയുടെ ഫീച്ചേഴ്സ് ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നതിനെയാണ് എക്സ്പ്ലറേറ്ററി ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ സെറ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ എക്സ്പ്ലറേറ്ററി ഡേറ്റ അനാലിസിസിൽ ആദ്യം ചെയ്യുന്നത് ആ കിട്ടിയ ഡേറ്റ സെറ്റിൻ്റെ കോളംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യും അല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ തമ്മിൽ ആ വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ. സ്റ്റഡി അവേഴ്സും മാർക്കും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ. അറ്റൻഡൻസും മാർക്കും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് ഔട്ട്ലേഴ്സ് ആയിട്ടുള്ള ഇതിലൊന്നും വരാത്ത ഈ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഡേറ്റയും ഉണ്ടാവും. അതും നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ മെഷീനെ ട്രെയിൻ ചെയ്യിക്കുന്നതിന് മുമ്പേ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയുടെ ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യുക. അതിനാണ് നമ്മൾ എക്സ്പ്ലറേറ്ററി ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. EDA ഫോക്കസ് ഓൺ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ്സ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ഡേറ്റ അനാലിസിസ്. മനസ്സിലായല്ലോ. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ആൻഡ് നേച്ചർ ഓഫ് ദ ഡേറ്റ സെറ്റ്. ആ ഡേറ്റ സെറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ് അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻ എങ്ങനെയൊക്കെ വരുന്നു അതൊന്ന് മനസ്സിലാക്കുക. അടുത്തത് ഐഡൻറ്റിഫൈസ് പാറ്റേൺ, ട്രെൻഡ് ആൻഡ് റിലേഷൻഷിപ്പ്. പാറ്റേണും ട്രെൻഡും റിലേഷൻസൊക്കെ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിളിൽ പറഞ്ഞു. അടുത്തത് ഡിറ്റക്റ്റ് മിസ്സിംഗ് വാല്യൂസ് ആൻഡ് ഔട്ട്ലേഴ്സ്. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് മാറി നിൽക്കുന്ന ഡേറ്റ ഉണ്ടോ അതൊക്കെ മനസ്സിലാക്കുക. ഗ്രാഫ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറീസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ EDA. ഗ്രാഫും സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറിയൊക്കെ എടുത്താണ് നമ്മൾ EDA മനസ്സിലാക്കുന്നത്. തൊട്ട് മുന്നത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഒരു ഗ്രാഫിൽ EDA വച്ചിട്ട് നമുക്ക് ഗ്രാഫിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്നുള്ള പഠിച്ചു നമ്മൾ. അടുത്തത് ഫർദർ അനാലിസിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിന് മോഡൽസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ആക്യുറസി കൂട്ടാനും നമ്മൾ EDA യൂസ് ചെയ്യുന്നു. ആ ഡേറ്റയുടെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ടും സ്ട്രക്ചേർഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, EDA യൂസ് ചെയ്യുന്നു. എക്സ്പ്ലറേറ്ററി ഡേറ്റ അനാലിസിസ് നമ്മൾ നടത്തുന്നു. വിത്തൗട്ട് EDA ഇൻകറക്റ്റ് കൺക്ലൂഷൻസ് മേ ബി ഡ്രോൺ ഫ്രം ഡേറ്റ. നമ്മൾ EDA ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ വരുന്ന റിസൾട്ട് ഒരു ഇൻകറക്റ്റ് ആയിരിക്കും. മറ്റേത് നമ്മൾ സ്ട്രക്ചേർഡ് ആക്കി ആ റിലേഷനൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ്. അപ്പം നമ്മൾ ആ ഡേറ്റയെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം മെഷീനെ ട്രെയിൻ ചെയ്യാൻ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ഡേറ്റയാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡേറ്റയാണ്. അപ്പോൾ ആ മോഡലിന് പഠിക്കാനും ആ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ ആക്യുറസി കൂട്ടാനും EDA സഹായിക്കുന്നു. റോൾ ഓഫ് EDA ഇൻ ഡേറ്റ ക്വാളിറ്റി. ഡേറ്റ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് EDAയുടെ റോൾ എന്താണ്? EDA ഹെൽപ്സ് ടു ഡിറ്റക്ട് മിസ്സിംഗ് വാല്യൂസ്. EDA മിസ്സിംഗ് വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നു. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്, ഇൻകൺസിസ്റ്റൻറ്റ് ഫോർമാറ്റ് തെറ്റായിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. സ്ട്രിങ് ആയിട്ട് കൊടുത്തിട്ട് നമ്പർ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അത് ഡിഫിക്കൽട്ടായിരിക്കും. അതുപോലെ എക്സ്ട്രീം ഔട്ട്ലേഴ്സ്, അതുപോലെ ഡേറ്റ എൻട്രി എറേഴ്സ്. നമ്മൾ ഡേറ്റ എൻട്രി ചെയ്ത സമയത്ത് അതിൽ മിസ്റ്റേക്ക് വന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ മോഡലിന് കൊടുക്കുന്നതിന് മുമ്പ് ഈ എറേഴ്സൊക്കെ മാറ്റുകയാണെങ്കിൽ അതൊരു സ്ട്രക്ചേർഡ് ഡേറ്റ ആവും. അപ്പോൾ മോഡലിൻ്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് എക്സ്പ്ലറേറ്ററി ഡേറ്റ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വാട്ട് ഡസ് ദ ഡേറ്റ ലുക്ക് ലൈക്ക്? ആ ഡേറ്റ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ആ ഡേറ്റയ്ക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? അല്ലെങ്കിൽ ആ ഡേറ്റയിൽ എന്തെങ്കിലും പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഡേറ്റയിൽ ഒരു ഹിഡൻ പാറ്റേൺ ഉണ്ടോ? നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ ആ സ്റ്റഡി അവേഴ്സും അതുപോലെ തന്നെ കുട്ടിയുടെ മാർക്കും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ വന്നിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പ്ലറേറ്ററി ഡേറ്റ അനാലിസിസ്
അനാലിസിസ് ഹെൽപ്ഫുള്ളാണ്. അടുത്ത് ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇസ് ദ ഡേറ്റ സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എഴുതിയിരിക്കുന്ന ഡേറ്റയിൽ 40, 50, 55 ഒക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു മാർക്ക് എഴുതിയത് 150 എന്നാണ്. അപ്പോൾ ആ ഡേറ്റ സ്ക്യൂഡ് എന്ന് പറയാം അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന വാല്യൂസ് അതൊക്കെ അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വേരിയബിൾസ്, ഏതൊക്കെ വേരിയബിൾസാണ് പരസ്പരം സ്ട്രോങ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു റിലേഷനൊക്കെ മനസ്സിലാക്കുക. അതിനൊക്കെ വേണ്ടിയിട്ട് EDA യൂസ്ഫുള്ളാണ്. വിത്തൗട്ട് EDA, അനലിസ്റ്റ് മേ മിസ് ഇൻ്റർപ്രറ്റ് ഡേറ്റ, ചൂസ് റോങ് മോഡൽസ്, ഡ്രോ ഇൻകറക്റ്റ് കൺക്ലൂഷൻസ്. അപ്പോൾ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ മോഡലിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻകറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റാത്തതായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ട് കറക്റ്റ് ഒരു പ്രഡിക്ഷനോ ഒരു ഡിസിഷനോ ആയിരിക്കില്ല മെഷീൻ എടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആക്യുറസിയോടെ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് യൂസ്ഫുള്ളാണ്. നമ്മൾ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് 2 ഫണ്ടമെൻ്റൽ അപ്രോച്ചസ് ഇൻ EDA. EDA മെയിൻലി യൂസസ് 2 കോംപ്ലിമെൻ്ററി അപ്രോച്ചസ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. ഈ 2 പേരുകൾ പഠിച്ചോളണം. ഇതൊരു ചെറിയൊരു യൂണിറ്റാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. പഠിക്കുന്ന സമയത്ത് ആ ഒരു EDA പഠിച്ചിട്ട് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ അപ്രോച്ചസ് പഠിക്കുക. പിന്നെ ഇതെങ്ങനെ പൈത്തണിൽ ചെയ്യും, അത്രേ ഇതിനകത്തുള്ളൂ കേട്ടോ. അപ്പോൾ EDA മെയിൻലി യൂസസ് 2 കോംപ്ലിമെൻ്ററി അപ്രോച്ചസ്. ഏതൊക്കെയാണ്? ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാമേ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസിൻ്റെ ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ അപ്രോച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഡേറ്റയെ കൺസോളിഡേറ്റ് ചെയ്ത് അതിലെ പ്രധാന വിവരങ്ങൾ വാല്യൂസ് ആയിട്ടോ ഗ്രാഫായിട്ടോ ഒക്കെ പ്രസൻറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഡേറ്റയെ ഓർഗനൈസ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. ഇറ്റ് ഫോക്കസ് ഓൺ സമ്മറൈസിങ് ആൻഡ് പ്രസൻറ്റിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ഡേറ്റ സെറ്റ്. അതിനാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? കീ മെഷേഴ്സ് ഇൻക്ലൂഡ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് മീൻ കണ്ടുപിടിക്കുക, ആവറേജ് വാല്യൂസ് കണ്ടുപിടിക്കുക അല്ലേ, അല്ലെങ്കിൽ മീഡിയൻ അല്ലെങ്കിൽ മോഡ്. ഇത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവറേജ് ആയിരിക്കും കിട്ടുന്നത്, മറ്റത് മീഡിയൻ എന്ന് പറയുമ്പോൾ മിഡിൽ എലമെൻറ്റ് വരുന്നത്, അതുപോലെ തന്നെ മോഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന വാല്യൂസ് എടുത്തിട്ട് ഫൈൻഡ് ചെയ്യുക, അങ്ങനെ ഫൈൻഡ് ചെയ്യുക. അതുപോലെ തന്നെ വിച്ച് പ്രൊവൈഡ് ഇൻസൈറ്റ് ടു ദ ആവറേജ് വാല്യൂസ്. അതുപോലെ മെഷേഴ്സ് ഓഫ് എ ഡിസ്പേഴ്സൺ, റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതുപോലെയുള്ള വാല്യൂസ് ആയിരിക്കും ആ ഡേറ്റയിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. ഡേറ്റയിലെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസസ്. അടുത്തത് ഗ്രാഫിക്കൽ ടൂൾസ്. അടുത്ത് നമുക്ക് കൊടുത്ത ഡേറ്റയിൽ നിന്ന് ഗ്രാഫിക്കലായിട്ട് വിഷ്വലായിട്ട് ആ ഡേറ്റയെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുക. ഹിസ്റ്റോഗ്രാം, ബാർ ചാർട്ട്, ബോക്സ് പ്ലോട്ട്, സ്കാറ്റർ പ്ലോട്ട്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ആ ഡേറ്റയെ കമ്പൈൻ ചെയ്ത് സമ്മറൈസ്ഡ് ഫോമിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻലി ഫോക്കസ് ഓൺ സമ്മറൈസ്ഡ് ഡേറ്റ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ട് സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ അതൊരു ഗ്രാഫിക്കൽ ഫോമിൽ നമുക്ക് കിട്ടുക. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇഫ് വി അനലൈസ് സ്റ്റുഡൻറ്റ് എക്സാം സ്കോർ യൂസിങ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക് വി ക്യാൻ ഫൈൻഡിങ് ആവറേജ് മാർക്ക്, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് മാർക്ക്, ചെക്ക് വെദർ മാർക്സ് ആർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്, ഡിറ്റക്ട് അൺയൂഷ്വൽ സ്കോർസ്. ഇതൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാം. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ഡേറ്റ ക്ലിയർലി ആൻഡ് ക്വിക്കലി യൂസിങ് നമ്പേഴ്സ് ആൻഡ് ഗ്രാഫ്. നമ്പേഴ്സും ഗ്രാഫും യൂസ് ചെയ്ത് ഡേറ്റയെ ക്ലിയർ ആയിട്ടും പെട്ടെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അണ്ടർസ്റ്റാൻഡ് ദ ഡേറ്റ ഇൻ ക്ലിയർ ഫോം. Descriptive statistics summarize and describe the main features of a data set. ഒരു ഡേറ്റാ സെറ്റിൻ്റെ സമ്മറൈസ്ഡ് വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഒന്നുകിൽ അതൊരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഗ്രാഫിക് ഫോമിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് എ സ്പ്രെഡ് എന്ന് പറയുന്നത്. അതിൽ സെൻട്രൽ ടെൻഡൻസിയിൽ ഏതൊക്കെ ഫങ്ഷൻസാണ് ഉള്ളത്? മീൻ, മീഡിയൻ, മോഡ്. മീൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ
ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് 75 ആണ്. എങ്ങനെയായിരിക്കും കിട്ടിയത്? 60 + 70 + 80 + 90 / 4 കണ്ടുപിടിച്ചു. മീൻ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തത് മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 70 + 80. ദെൻ ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചു. അപ്പോൾ എത്ര കിട്ടും? 150/2 അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 75 എന്ന് കിട്ടി. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മീഡിയൻ. അടുത്ത മോഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂ. ഇതിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന വാല്യൂസ് ഇല്ല. അപ്പോൾ ഞാൻ ഈ എക്സാമ്പിളിൽ ജസ്റ്റ് ഒരു മാറ്റം വരുത്തുകയാണ്. 60, 70, 80, 90, 90, അപ്പോൾ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? 90. അപ്പോൾ ഇവിടെ മോഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90. അടുത്ത് നോക്കാമേ. മെഷേഴ്സ് ഓഫ് എ ഡിസ്പേഴ്സൺ. അതിൽ റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ട്, ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് ഉണ്ട്. റേഞ്ച് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം മൈനസ് മിനിമം. തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. മാക്സിമം 90, മിനിമം 60. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് 30. അടുത്ത വേരിയൻസ് കണ്ടുപിടിക്കുക. ഹൗ മച്ച് വാല്യൂസ് ഡിഫർ ഫ്രം ദ മീൻ. മീനിൽ നിന്ന് എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വാല്യൂസിന് ഞാൻ ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് 60, 70, 80, 90 ആ മീനിൻ്റെ ഡിഫറൻസാണ് ഇവിടെ വരേണ്ടത്. സോ എക്സ് മൈനസ് 75 ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? -15 കിട്ടും. ഇവിടെ -5 വരും. ഇവിടെ എത്ര കിട്ടും? 5 കിട്ടും. ഇവിടെ 15 വരും. then ഇതിൻ്റെ സ്ക്വയർ ഫൈൻഡ് ചെയ്യുക. ഇവിടെ എത്ര കിട്ടും? 225 വരും. 25, 25, 225 അല്ലേ? ഇനി ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര കിട്ടും? 500/4 ആവറേജ് കണ്ടുപിടിക്കുക. നമുക്ക് കിട്ടുന്ന വാല്യൂസ് 125 ആണ്. അപ്പോൾ അതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 125 വേരിയൻസ്. അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 125 ആയിരിക്കും ഏതെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് ആണ്. അതിൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസിന് എന്ത് ചെയ്യുക? അതിൻ്റെ മീഡിയൻ ഫൈൻഡ് ചെയ്യുക. 2 ഹാഫ് ആക്കിയിട്ട് അതിൻ്റെ മീഡിയൻ ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ഫോർമുല എന്ന് പറയുന്നത് IQR = എന്താ? Q3 - Q1 ആണ്. 2 ക്വാർട്ടൈലാക്കിയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അതിൽ Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എത്ര ആയിരുന്നു? 60 + 70/2. അപ്പോൾ എത്ര കിട്ടും? 130 അല്ലേ? 130/2. അപ്പോൾ എത്ര കിട്ടും? 65 കിട്ടിയേ. അടുത്ത് നമുക്ക് നോക്കാം. Q3 കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? 80 + 90 അല്ലേ? 80 + 90/2. അപ്പോൾ എത്ര കിട്ടും? 80 170/2. 170/2 എത്ര കിട്ടും? അപ്പോൾ ഇവിടെ ആൻസർ 85 കിട്ടും അല്ലേ? 85. ഇനി അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. 85 - 65. സോ ആൻസർ എന്ന് പറയുന്നത് 20 ആയിരിക്കും. നിങ്ങൾക്ക് ഈ കാൽക്കുലേഷനൊന്നും പഠിക്കണ്ട. ഈ ഫംഗ്ഷൻ്റെ പേരുകൾ മാത്രം പഠിച്ചിട്ട് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് മാത്രം പഠിച്ചാൽ മതി. നമ്മൾ പൈത്തണിൽ ഫംഗ്ഷൻ യൂസ് ചെയ്തായിരിക്കും ഈ പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ മെയിൻ ഫംഗ്ഷൻ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആ വേരിയൻസോ റേഞ്ചോ ഒക്കെ പഠിക്കുമ്പോഴും അതിൻ്റെ ബാക്കിലുള്ള മാത്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്ലൈ ചെയ്യാൻ നമുക്ക് ആ ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. കാൽക്കുലേഷനൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്കിലും നമുക്കത് പഠിക്കുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ അത് നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ജസ്റ്റ് പറ്റുന്ന മാത്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാൻ നോക്കുക. Python language provide a complete environment for descriptive statistics. Descriptive statisticsന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ത്രൂ എക്സ്റ്റേണൽ ലൈബ്രറീസ്. ഏത് വെച്ചിട്ടാണ്? എക്സ്റ്റേണൽ ലൈബ്രറീസ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ലൈബ്രറീസ് തൊട്ട് മുന്നേത്തെ യൂണിറ്റുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? മാറ്റ്പ്ലോട്ലിബ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രാഫിക്കൽ വിഷ്വലൈസേഷൻ ഓഫ് ഡേറ്റയെ ഗ്രാഫായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഒരു ലൈബ്രറി ആയിരുന്നു മാറ്റ്പ്ലോട്ലിബ്. അടുത്തത് പാണ്ടാസ്. നമ്മൾ എന്തിനായിരുന്നു പാണ്ടാസ് എന്ന് പറഞ്ഞ ലൈബ്രറി പഠിച്ചത്? നമുക്ക് ഡേറ്റ സ്ട്രക്ചറിൽ നമ്മുടെ ഡേറ്റ പ്രസൻറ്റ് ചെയ്യുക. ടേബിൾ ഫോർമാറ്റ്,
അല്ലെങ്കിൽ നമുക്കൊരു വൺ ഡയമെൻഷണൽ ഡേറ്റ അങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാണ്ടാസ് എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ലൈബ്രറി നമ്മൾ പഠിച്ചത്. ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ്. ഇനി നംപൈ അടുത്ത് പഠിക്കേണ്ട ഒരു എക്സ്റ്റേണൽ ലൈബ്രറിയാണ് നംപൈ എന്ന് പറയുന്നത്. പൈത്തൺ ലൈബ്രറിയാണ് നംപൈ. ന്യൂമറിക്കൽ പൈത്തൺ, നമുക്ക് ന്യൂമറിക്കലായിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് നംപൈ എന്ന് പറയുന്നത്. നംപൈ ന്യൂമറിക്കൽ പൈത്തൺ. നമ്മൾ നേരത്തെ പൈത്തൺ ലൈബ്രറി പഠിച്ച സമയത്ത് നമ്മൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, അതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സെയിം ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കമാൻഡാണ് യൂസ് ചെയ്യണം? പിപ്പ് വെച്ചിട്ട് അല്ലേ. അപ്പോൾ പിപ്പ് ഇൻസ്റ്റാൾ നംപൈ. മാത്പ്ലോട്ലിബ് നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്? പിപ്പ് ഇൻസ്റ്റാൾ മാത്പ്ലോട്ലിബ്. പാണ്ടാസോ പിപ്പ് ഇൻസ്റ്റാൾ പാണ്ടാസ്. അതുപോലെ തന്നെയാണ് നംപൈ. എന്താ അവിടെ ചെയ്യേണ്ടത്? പിപ്പ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക, നംപൈ. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് നമുക്കിതിനെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ട? ഇമ്പോർട്ട് നംപൈ ആസ് എൻ ബി. എൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു വേരിയബിൾ നെയിമാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലോട്ട് നംപൈ എന്ന് പറയുന്ന പൈത്തൺ ലൈബ്രറി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന കമൻറ്റ് എന്താണ്? ഇമ്പോർട്ട് നംപൈ ആസ് എൻ ബി. എൻ ബി നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ യൂസ് ചെയ്യാം. ഇത്രയും മനസ്സിലായല്ലോ. ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പൈത്തൻ്റെ ലൈബ്രറിയാണ് നമ്മൾ നംപൈ എന്ന് പറഞ്ഞ് പഠിച്ചു അല്ലേ. ഇനി ഏതൊക്കെ ഫങ്ഷൻസാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇതിനകത്ത് 4 ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മീൻ ഫങ്ഷൻ, അതുപോലെ തന്നെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാൻ മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വേണ്ടിയിട്ട് STD, വേരിയൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് VAR. ഈ 4 ഫംഗ്ഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ മീൻ എന്തിനാണ്? ആവറേജ് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ, മീഡിയൻ മിഡിൽ വാല്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ STD, വേരിയൻസ് VAR. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവറേജ്, അതിൻ്റെ മിഡിൽ സ്കോർ, അതിൻ്റെ വേരിയേഷൻ എമോങ് സ്റ്റുഡൻസ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇതെങ്ങനെയാണ് പൈത്തണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് പൈത്തൻ്റെ കോഡ് നോക്കാം. ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നംപൈ എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ലൈബ്രറി പാണ്ടാസും കൂടെ വെച്ചിട്ട് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം. പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നംപൈ വെച്ചിട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പാണ്ടാസ് വെച്ചിട്ട് പറ്റുമെന്നുള്ളൊരു പ്രോഗ്രാം പഠിച്ചു വയ്ക്കുക. സാധാരണ ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമുക്ക് നംപൈ വെച്ചിട്ട് എഴുതിയാൽ മതി. നമുക്ക് അത്രയും മതി. ആദ്യം നമ്മൾ ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഫങ്ഷൻസ് ഏതൊക്കെയെന്ന് എഴുതുക. ഇനി ആ ഫങ്ഷൻസ് നമ്മൾ എങ്ങനെ പൈത്തണിൽ യൂസ് ചെയ്യുന്നു അതും കൂടെ മാത്രം എഴുതിയാൽ മതി. പിന്നെ ഇതിനകത്ത് 2 ലൈബ്രറീസ് വെച്ചിട്ടാണ് ആ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. നമുക്ക് എത്ര ലൈബ്രറീസ് വേണമെങ്കിലും ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 2 ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നംപൈയും പാണ്ടാസും. നമുക്ക് കോഡ് നോക്കാം. ഇമ്പോർട്ട് നംപൈ ആസ് എൻ ബി. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെപ്പോഴും പഠിച്ച സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. അടുത്തത് ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD. അതും അറിയാമല്ലോ, ഇമ്പോർട്ട് ചെയ്തു. അടുത്ത് സ്കോർ എന്നുള്ള വേരിയബിളിനകത്താണ് 10 സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതും ഓക്കെ. അടുത്തത് നമുക്കിനി നംപൈ വെച്ചിട്ട് നോക്കാം. ഇത്രയാണ് നമ്മുടെ നംപൈ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഇതുവരെ കേട്ടോ. അപ്പോൾ മീൻ സ്കോർ എന്നുള്ള വേരിയബിളിനകത്ത് ആദ്യം എന്ത് ചെയ്ത് മീനാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? NB അറിയാമല്ലോ വേരിയബിൾ നെയിം, ഡോട്ട് മീൻ ഏതിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ്? സ്കോർസ് എന്നുള്ള വേരിയബിളിനകത്ത്. സോ ആ വേരിയബിൾ കൊടുത്തു. അടുത്ത് എന്താണ്? മീഡിയൻ അല്ലേ. NB ഡോട്ട് മീഡിയൻ സ്കോർ. അടുത്ത് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഏത് ഫംഗ്ഷനാണ്? STD അല്ലേ. STD സ്കോർ. അടുത്തത് വേരിയൻസ്. ഏതാണ് ഫംഗ്ഷൻ? NB ഡോട്ട് VAR സ്കോർ. ഇനി അടുത്തത് പറയണ്ടല്ലോ, ഇത് ഇത്രയും നമ്മൾ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും വാല്യൂസ് പ്രിൻറ്റ് ചെയ്യും. 4 ഫംഗ്ഷനെ നിങ്ങൾക്ക് എഴുതിയാൽ മതി കേട്ടോ. ഏതൊക്കെയാണ്? മീനും മീഡിയനും സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വേണ്ടിയിട്ടുള്ള STD ഫംഗ്ഷനും വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള VAR ഫംഗ്ഷനും. ഇത്രയും വെച്ചിട്ട് പ്രോഗ്രാം എഴുതി ആ പ്രോഗ്രാമിൻ്റെ വാല്യൂസ് പ്രിൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്പ്ലേയും കൂടെ എഴുതിയാൽ മാത്രം മതി. ഇനി നമുക്ക് പാണ്ടാസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഫംഗ്ഷൻസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഡേറ്റ ഫ്രെയിം ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ DF എന്നുള്ള വേരിയബിൾ നെയിം ഈക്വൽ DF അല്ല, ഇഷ്ടമുള്ള ഇത് യൂസ് ചെയ്യാം. കോമൺ ആയിട്ട് DF ആണ് നമ്മൾ യൂസ് ചെയ്തത്. സോ DF ഈക്വൽ ടു PD ഡോട്ട് ഒരു 2 ഡയമെൻഷണൽ ഡേറ്റ സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഡേറ്റ ഫ്രെയിം അല്ലേ. ഡേറ്റ ഫ്രെയിം ബ്രാക്കറ്റിനകത്ത് എന്താണ്? വേരിയബിൾ നെയിം സ്കോർസ്, കോളത്തിൻ്റെ പേര് കൊടുക്കണം അല്ലേ. അപ്പോൾ കോളംസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സ്കോർ. അവിടെ കൊടുക്കുന്നത് ആ കോളത്തിൻ്റെ പേരായിട്ട് വരും. അത്രയേ ഉള്ളൂ. ഇനി അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? പ്രിൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് DF ഡോട്ട്
ഡിസ്ക്രൈബ് എന്നുള്ള ഫംഗ്ഷനാണ്. മനസ്സിലായല്ലോ, df.describe. അപ്പോൾ ഈ ഡിസ്ക്രൈബ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ പഠിപ്പിച്ചില്ല. ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പാണ്ടാസ് എന്ന് പറഞ്ഞ ലൈബ്രറിക്ക് അകത്തുള്ള ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയും വാല്യൂസ് ഡിസ്ക്രൈബ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യും. കൗണ്ട് കിട്ടും, മീൻ കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും, മിനിമം വാല്യൂസ് Q1 25% കിട്ടും, മിഡിൽ വാല്യൂ 75% കിട്ടും. അതുപോലെ മാക്സിമം ഡിസ്പ്ലേ ചെയ്യാം. ഏതാണ് ഫംഗ്ഷൻ? ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. മനസ്സിലായോ? പൈത്തൻ്റെ കോഡ് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമ്പർ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് കാണിക്കുക. ഒരു വേരിയബിൾ ഈക്വൽ ടു വാല്യൂസ് ഡേറ്റാ സെറ്റ് സ്റ്റോർ ചെയ്യുക. ഇനി ആ ഡേറ്റാ സെറ്റിനകത്തുള്ള വാല്യൂസിൻ്റെ മീനും മീഡിയനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും മാത്രം ഫൈൻഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാമും എഴുതുക. ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റയുടെ സമ്മറൈസ്ഡ് റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതേസമയം ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡേറ്റയുടെ ബേസിസിൽ ഒരു എസ്റ്റിമേറ്റഡ് റിസൾട്ട് ആയിരിക്കും ലഭിക്കുന്നത്. ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് സമ്മറൈസ് ഡേറ്റ. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് മേക്ക് കൺക്ലൂഷൻസ് എബൌട്ട് എ പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ എ സാമ്പിൾ. ഒരു സാമ്പിളിൻ്റെ ബേസിസിൽ ഒരു പോപ്പുലേഷനെ കുറിച്ചിട്ട് ഒരു കൺക്ലൂഷൻ ഓർ എസ്റ്റിമേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ്, കോൺഫിഡൻസ് ഇൻ്റർവെൽസ്, കോറിലേഷൻ അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ്. അപ്പോൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ചെറിയ സാമ്പിൾ യൂസ് ചെയ്തിട്ട് വലിയൊരു പോപ്പുലേഷനെ കുറിച്ചിട്ട് ഒരു കൺക്ലൂഷൻ നടത്തുന്നു. അതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഒരു ക്ലാസ്സിൽ 40 വിദ്യാർത്ഥികളിൽ നിന്ന് 10 കുട്ടികളുടെ മാർക്ക് എടുത്തിട്ട് ആ ക്ലാസ്സിൻ്റെ ശരാശരി പെർഫോമൻസ് അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഓവറോൾ റിസൾട്ട് എങ്ങനെയാണെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 100 സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് എടുത്തിട്ട് എൻ്റയർ കോളേജിൻ്റെ പെർഫോമൻസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതും എന്താണ്? ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മനസ്സിലായോ? ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു സാമ്പിൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റ വെച്ച് ഹോൾ പോപ്പുലേഷനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ്. എന്താണ് ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ്? നമ്മുടെ ഒരു കൺക്ലൂഷൻ ട്രൂ ഓർ ഫോൾസ് അത് നോക്കുന്നതാണ് നമ്മൾ ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കോൺഫിഡൻസ് ഇൻ്റർവെൽസ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പാരാമീറ്റർ പറഞ്ഞിട്ട് അത് ഏത് പരിധിക്കുള്ളിൽ വരുന്നു. ഒരു എക്സാമ്പിളായിട്ട് 100 സ്റ്റുഡൻറ്റിൻ്റെ ആവറേജ് മാർക്ക് ഞാൻ 70 എന്ന് പറഞ്ഞു. ഇനി 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് നമുക്കൊരു റേഞ്ച് പറയാൻ പറ്റും അല്ലേ? എത്ര? ഈ 70 ആണ് ആവറേജ്. അപ്പോൾ ബാക്കി വരുന്ന ഇതിൻ്റെ ആ കോളേജിൻ്റെ മുഴുവൻ കോളേജിൻ്റെയും എന്താണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 68 മുതൽ 72 വരെയാണ്. ഒരു റേഞ്ചായിട്ട് എനിക്ക് ഒരു ഇൻ്റർവെല്ലിനകത്താണ് ഈ പോപ്പുലേറ്റ് ചെയ്ത വാല്യൂ എന്ന് ഞാൻ പറയുന്നു. അതിനാണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അടുത്തത് കോറിലേഷൻ അനാലിസിസ്. നമ്മൾ നേരത്തെ നോക്കിയ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഒരു കുട്ടികളുടെ അവേഴ്സ് പഠിക്കുന്നത് കൂടുന്നതിനനുസരിച്ച് അവരുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? ഒന്ന് കൂടുന്നതിനനുസരിച്ച് മറ്റതും ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്നു. അതിനെയാണ് നമ്മൾ കോറിലേഷൻ, ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം, കോറിലേഷൻ അനാലിസിസ്. അടുത്തത് റിഗ്രഷൻ അനാലിസിസ്. ഒരു വേരിയബിള് മറ്റൊന്നിനെ എങ്ങനെ ബാധിക്കുന്നു. ഫോർ എക്സാമ്പിളായിട്ട് ടൈം കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് മാർക്ക് കൂടി വരുന്നു അല്ലേ? അപ്പോൾ അതൊരു പെർസെൻറ്റേജ് മാർക്ക് ഒരു അവർ പഠിക്കുമ്പോൾ ഇത്രയും മാർക്ക് കൂടുന്നു. അങ്ങനെ നമ്മളൊരു പ്രെഡിക്ഷൻ നടത്തുന്നു. അതിനെയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? കൺക്ലൂഷൻസ് അല്ലേ? മേക്ക് പ്രഡിക്ഷൻസ്. അതുപോലെ തന്നെ ടെസ്റ്റ് ഹൈപ്പോത്തീസിസ് എബൌട്ട് പോപ്പുലേഷൻ. നമുക്ക് ഹോൾ ഡേറ്റ എടുത്തിട്ട് അനലൈസ് ചെയ്ത് ഒരു കൺക്ലൂഷൻ നടത്തുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ആ സിറ്റുവേഷനിൽ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു എസ്റ്റിമേഷൻ ചെയ്യുന്നു. അതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ജനറലൈസ് റിസൾട്ട് ഫ്രം എ സാമ്പിൾ ടു ദ പോപ്പുലേഷൻ. അതുപോലെ എസ്റ്റിമേറ്റ് അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. ഡിറ്റർമിൻ വെദർ ഒബ്സർവ്ഡ് റിസൾട്ട് ഹാപ്പൻ ബൈ ചാൻസ്. Instead of asking every citizen in a country about their political opinion, a survey collects
റെസ്പോൺസസ് ഫ്രം എ ഫ്യൂ തൗസൻഡ് പീപ്പിൾ. നമുക്ക് ഒരു സർവേ, പബ്ലിക് ഒപ്പീനിയൻ വെച്ചിട്ട് ഒരു സർവേ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരുടെ നിന്നും കളക്ട് ചെയ്യുന്നതിന് പകരം കുറച്ച് ആൾക്കാരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം ആ റിസൾട്ട് വെച്ചിട്ട് ഹോൾ ആ പോപ്പുലേഷൻ്റെ പ്രിഫറൻസ് എന്താണെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് us മൂവ് ഫ്രം സാമ്പിൾ ഡേറ്റ ടു പോപ്പുലേഷൻ കൺക്ലൂഷൻ. സാമ്പിൾ ഡേറ്റ വെച്ചിട്ട് പോപ്പുലേഷൻ കൺക്ലൂഷനിലോട്ട് മൂവ് ചെയ്യുന്നത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇറ്റ് അലോ റിസർച്ചേഴ്സ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, പ്രഡിക്ഷൻ ആൻഡ് ജനറലൈസേഷൻ ഓഫ് ദ ഡേറ്റ. അതിന് ഹെൽപ്ഫുള്ളാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. One of the main ideas in inferential statistics is estimation. നമ്മൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനപ്പെട്ട ഒരു ടേമാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. സാമ്പിൾ ഡേറ്റ വെച്ചിട്ട് ഹോൾ പോപ്പുലേഷൻ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. എസ്റ്റിമേഷൻ ഇൻവോൾവ്സ് യൂസിങ് സാമ്പിൾ ഡേറ്റ ടു എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് such as population mean, population proportion, population variance. ഇതൊക്കെയാണ് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ചെയ്ത് പറയുന്നത്. There are two types of estimation. രണ്ട് ടൈപ്പ് ഓഫ് എസ്റ്റിമേഷൻ ആണുള്ളത്. പോയിന്റ് എസ്റ്റിമേറ്റും ഇൻ്റർവെൽ എസ്റ്റിമേറ്റും. ഇൻ്റർവെൽ എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എ സിംഗിൾ വാല്യൂ യൂസ്ഡ് ആസ് ദ ബെസ്റ്റ് എസ്റ്റിമേറ്റ്. ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും ആ ഹോൾ പോപ്പുലേഷനെയും എസ്റ്റിമേറ്റ് ചെയ്ത് പറയുന്നത്. അവിടെ സാമ്പിൾ മീൻ യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ മീൻ. പോപ്പുലേഷൻ മീനായിട്ട് പറയുന്നത് ഏതായിരിക്കും? സാമ്പിൾ മീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ആയിരിക്കും നമ്മൾ പോപ്പുലേഷൻ മീനായിട്ട് പറയുന്നത്. അതൊരു പോയിന്റ് എസ്റ്റിമേറ്റ് ആണ്, അല്ലേ? ഒരു വാല്യൂ അല്ലേ നമ്മൾ പോയിന്റ് ചെയ്ത് പറയുന്നത്. അടുത്തത് ഇൻ്റർവെൽ എസ്റ്റിമേറ്റ്. എ റേഞ്ച് ഓഫ് വാല്യൂസ് വിത്തിൻ വിച്ച് പോപ്പുലേഷൻ പാരാമീറ്റർ ഈസ് എക്സ്പെക്റ്റഡ് ടു ലൈ. നമ്മൾ ഒരു റേഞ്ച്, ആ ഒരു റേഞ്ച് എനിക്ക് ഒരു പോപ്പുലേഷൻ ആ പ്രിഡിക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ആ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ വെച്ചിട്ട് എനിക്കൊരു റേഞ്ച് ഓഫ് വാല്യൂസ് എനിക്ക് പറയാൻ പറ്റുന്നു. നമ്മൾ ആ കോളേജിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, അല്ലേ? എന്താണ് പറഞ്ഞത്? അവിടെ ഒരു എക്സാമ്പിളായിട്ട് 70 ആണ് ആ 100 സ്റ്റുഡൻറ്റിൻ്റെ ആവറേജ് മാർക്ക് വന്നത്. അപ്പോൾ എനിക്കൊരു റേഞ്ച് പറയാം, അല്ലേ? 68 to 72 എന്നൊരു റേഞ്ച് ഓഫ് വാല്യൂസ് എനിക്ക് പറയാൻ പറ്റും. ഹോൾ സ്റ്റുഡൻറ്റിൻ്റെയും അല്ലെങ്കിൽ ആ കോളേജിലെ എല്ലാ കുട്ടികളുടെയും ആ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതിനും 68നും 72നും ഇടയ്ക്കാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അതാണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഇതിനകത്താണ് വരുന്നതെന്നും പറയാം. അതുപോലെ ഒരു സിംഗിൾ വാല്യൂ എനിക്ക് എന്ത് ചെയ്യാം? എസ്റ്റിമേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് ടൈപ്പ് എസ്റ്റിമേഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? പോയിന്റ് എസ്റ്റിമേറ്റും ഇൻ്റർവെൽ എസ്റ്റിമേറ്റും. Python provides powerful libraries to perform hypothesis testing, confidence interval, correlation, regression and more. നമ്മൾ പൈത്തൻ്റെ കുറച്ച് ലൈബ്രറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? മുന്നത്തെ യൂണിറ്റുകളിൽ. ആ ലൈബ്രറീസ് തന്നെയാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറി നംബൈയാണ്. നംബൈ യൂസ് ചെയ്യാം. അതുപോലെ പാണ്ടാസ് എന്ന് പറഞ്ഞ ലൈബ്രറി നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് മാത്പ്ലോട്ട്ലിബ് എന്നുള്ള ലൈബ്രറി നമുക്ക് യൂസ് ചെയ്യാം. ഈ ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്നത്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇത് നമ്മൾ പഠിച്ചതാ. ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഫസ്റ്റ്, എസ്റ്റിമേഷൻ. യൂസ് സാമ്പിൾ ഡേറ്റ ടു എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ. നമ്മൾ ഒരു സാമ്പിൾ ഡേറ്റ വെച്ചിട്ട് ഹോൾ പോപ്പുലേഷനെ എസ്റ്റിമേറ്റ് ചെയ്ത് പറയുന്നു. പോപ്പുലേഷൻ മീൻ, പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ, പോപ്പുലേഷൻ വേരിയൻസ്. യൂസ് ദ സാമ്പിൾ മീൻ ടു എസ്റ്റിമേറ്റ് ദ പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീൻ വെച്ചിട്ട് പോപ്പുലേഷൻ മീൻ എത്രയാണെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് പറയുന്നു. രണ്ടാമത്തത് കോൺഫിഡൻസ് ഇൻ്റർവെൽ. എ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഗീവ്സ് എ റേഞ്ച് ഓഫ് വാല്യൂസ് വിത്തിൻ വിച്ച് ദ ട്രൂ പ്രൊപ്പോർഷൻ പാരാമീറ്ററീസ് ലൈക്ലി. ആ ഒരു നമ്മൾ ഒരു വാല്യൂ വെച്ചിട്ട്, ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് വാല്യൂ പറഞ്ഞിട്ട് ബാക്കി വരുന്ന ഓവറോൾ വാല്യൂസും ഇന്ന റേഞ്ചിനകത്താണ് വരുന്നത്. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാമേ. ഇവിടുത്തെ എക്സാമിൻ്റെ സ്കോർ 68 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് 95% ഓഫ് ദ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 64ഉം 72ഉം ആയിരിക്കും. നമ്മൾ രണ്ട് ആപ്ലിക്കേഷൻസ് പഠിച്ചല്ലേ? ഏതൊക്കെയാണ് പഠിച്ചത്? എസ്റ്റിമേഷന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കോൺഫിഡൻസ് ഇൻ്റർവെൽ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ്. നമ്മുടെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു എസ്റ്റിമേഷൻ ട്രൂ ഓർ ഫോൾസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് ഹൈപ്പോത്തീസിസ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഏതൊക്കെയാണ്? ടി ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, ചി സ്ക്വയർ ടെസ്റ്റ്. നിങ്ങൾ ഇത് പേര് മാത്രം പഠിച്ചു വയ്ക്കുക. ഏതൊക്കെ ഈ 4 മെയിൻ ആപ്ലിക്കേഷൻസും പഠിച്ച് അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുക.
ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാനുള്ളതാണ്. പക്ഷെ നിങ്ങൾ സിമ്പിളായിട്ട് ഈ ഫങ്ഷൻസിൻ്റെയൊക്കെ പേരുകൾ മാത്രം പഠിച്ചു വയ്ക്കുക. അടുത്തത് കോറിലേഷനും റിഗ്രഷനും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്ന അടുത്തൊരു ആപ്ലിക്കേഷനാണ് കോറിലേഷനും റിഗ്രഷനും എന്ന് പറയുന്നത്. കോറിലേഷൻ ഞാൻ പറഞ്ഞു തന്നല്ലേ, ഒരു വേരിയബിൾ തമ്മിലുള്ള റിലേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. റിഗ്രഷൻ എന്ന് വെച്ചാൽ എന്താ, പ്രഡിക്ഷന് വേണ്ടിയിട്ടാണ് റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും ആപ്ലിക്കേഷൻസ് ആണെന്ന് പറഞ്ഞ് പഠിക്കുക. ആദ്യം ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ 4 മെത്തേഡ് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പൈത്തണിനകത്ത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈബ്രറീസ് ഏതൊക്കെയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എന്നിട്ടാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞത്. ഈ 4 പോയിന്റും പഠിക്കുക. നമുക്ക് പ്രോഗ്രാം നോക്കാം. നമ്മൾ പഠിച്ചല്ലേ, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈബ്രറി എന്ന് പറയുന്ന NumPy ആണ്. സോ ഫസ്റ്റ് ആ NumPy എന്ന് പറഞ്ഞ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്, നമ്മൾ ഡേറ്റ റീഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു അരയ്ക്കകത്താക്കിയിട്ടാണ് ഈ വാല്യൂസ് ഇത്രയും റീഡ് ചെയ്തിരിക്കുന്നത്. സ്കോർ എന്ന് പറഞ്ഞിട്ട് സാമ്പിൾ ഡേറ്റ റീഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫംഗ്ഷനാണ് മീൻ എന്നുള്ള ഫംഗ്ഷൻ അല്ലേ, NB.mean വെച്ചിട്ട് സ്കോറിൻ്റെ മീൻ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഡേറ്റയുടെ ഡിസ്പേഴ്സൺ, തന്നിരിക്കുന്ന ഡേറ്റ സെറ്റിൻ്റെ ഒരു ഡിസ്പേഴ്സൺ എങ്ങനെയാണ്, അതിൻ്റെ സ്പ്രെഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്ന ഒരു സാമ്പിളായിട്ട് ഡേറ്റ വച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. NB.സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുത്തു, സ്കോർ വെച്ചിട്ട് നമ്മളത് ഫൈൻഡ് ചെയ്തു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. അടുത്തത് LEN വെച്ചിട്ട് ഇതിലെത്ര ഡേറ്റ എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്നിനകത്ത് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് എററാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്ര റിലയബിൾ ആണ് നമ്മൾ കണ്ടുപിടിച്ച ആ വാല്യൂ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച മീൻ അത് എത്രത്തോളം റിലയബിൾ ആണ്, എത്രത്തോളം അതിൽ എറർ ഉണ്ട്, അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇത് പ്രോഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാമേ. അടുത്തത് 95% കോൺഫിഡൻസ് ലെവലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അതിൻ്റെ ഇസഡ് ലെവൽ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ്. ടേബിളിൽ നോക്കി ഞാൻ എടുത്ത വാല്യൂ ആണ് 1.96 എന്നുള്ളത്. അപ്പോൾ ലോയും കണ്ടുപിടിക്കണം, ഹൈയും കണ്ടുപിടിക്കണം. സോ മീൻ മൈനസ് 1.96 ഇൻറ്റു ആ ഒരു എറർ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഹൈ മീൻ പ്ലസ് 1.96 എത്രത്തോളം നമുക്ക് അത് റിലയബിളായിട്ട് വരുന്നു എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സാമ്പിൾ മീൻ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ആ റേഞ്ച് ഓഫ് വാല്യൂ ലോയും ഹൈയും വെച്ചിട്ടായിരിക്കും ആ റേഞ്ച് ഓഫ് വാല്യൂസ് പ്രിൻ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് നോക്കാം. ഇവിടെ സാമ്പിൾ മീൻ എന്ന് പറഞ്ഞാൽ 71 ആണ്. 95% കോൺഫിഡൻസ് ലെവൽ റേഞ്ച് വന്നിരിക്കുന്നത് ഏതിൻ്റെയൊക്കെ ഇടയ്ക്കാണ്, 65നും 77നും ഇടയ്ക്കാണ് നമ്മുടെ ഈ ഡേറ്റയുടെ റേഞ്ച് എന്ന് പറഞ്ഞ വാല്യൂസ് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും മോസ്റ്റ് ഓഫ് ദ വാല്യൂസും ഏതായിരിക്കും, ഇതിൻ്റെ അകത്തായിരിക്കും, ഈ റേഞ്ചിനകത്താണ് വന്നിരിക്കുന്നത്. അതാണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം, പ്രോഗ്രാം ജസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്കതാണ് വേണ്ടത്. അപ്പോൾ അത് ഇമ്പോർട്ട് NumPy ആസ് NB എന്ന് കൊടുക്കുക. അടുത്ത് ഒരു ലിസ്റ്റായിട്ട് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ NB അരയ്ക്കാത്തായാലും മതി, അല്ലെങ്കിൽ L is equal to അല്ലെങ്കിൽ സ്കോർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ലിസ്റ്റിൽ റീഡ് ചെയ്താലും മതി. അത് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീൻ കാൽക്കുലേറ്റ് ചെയ്യണതാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. NB.std ആ സ്കോറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് SEM ഫൈൻഡ് ചെയ്യുക. SEM ഞാൻ എന്താ പറഞ്ഞത്, എത്രത്തോളം റിലയബിൾ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് STD ഡിവൈഡഡ് ബൈ NB.sqrt of n. ഇത് നമ്മൾ കണ്ടുപിടിക്കണം, ഫയൽ അതിൻ്റെ ഒരു വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കുന്നത്, ലോയും ഹൈയും കണ്ടുപിടിക്കുന്നത്. മീൻ എടുത്തിട്ട് നമ്മൾ ആ പോപ്പുലേറ്റ് ചെയ്യുന്ന വാല്യൂസിൻ്റെയും കൂടെ വെച്ച് അതിൻ്റെ ഡിഫറൻസ് എടുത്താണ് നമ്മൾ ഹൈയും ലോയും, റേഞ്ചിൻ്റെ ഹൈയും ലോയും കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി? ഈ സെം എന്ന് പറയുന്ന വാല്യൂസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മളിവിടെ പഠിക്കണം. അത് മാത്രം വെച്ച് എഴുതിയ മീൻ കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പ്രോഗ്രാമിലൊക്കെ പഠിച്ചു
പഠിച്ചതാണ്. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട സ്റ്റാൻഡേർഡ് എറർ എത്രയാണ്, നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ഇത് എത്രത്തോളം റിലയബിൾ ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ NB.SQRT ഓഫ് N. ആ N നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചിട്ട് വേണം സ്റ്റാൻഡേർഡ് എറർ ഫൈൻഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട് സ്റ്റാൻഡേർഡ് എറർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹൈയും ലോയും കാൽക്കുലേറ്റ് ചെയ്യുക, അതും ഇവിടെ നമുക്ക് പഠിക്കണം. ബാക്കിയൊന്നുമില്ല, ബാക്കിയെല്ലാം ഡിസ്പ്ലേ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ 1.96 എന്ന് വെച്ചാൽ ലാർജ് സാമ്പിളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുക. ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഹൈ ആക്യുറസി കിട്ടിയേനെ. പക്ഷെ നമ്മൾ നമ്മുടെ ഡേറ്റാ സെറ്റ് 15 ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ആക്യുറസി ഇത്രയും ഇതിലായിട്ട് വന്നത് കേട്ടോ. അതൊന്നും നിങ്ങൾക്ക് പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇത്രയും മാത്രം പഠിക്കുക. എന്താണ് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ പ്രോഗ്രാം പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് ഒരു 5 മാർക്ക് അങ്ങനെ വലിയൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതി ആ മെത്തേഡൊക്കെ എഴുതിയാൽ മതി. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ഇത് മാത്രം എഴുതി വയ്ക്കുക. ഏതാണ് നമ്മൾ ആ വാല്യൂസ് റീഡ് ചെയ്യാനായിട്ട് കാണിക്കുക, മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കാണിക്കുക, നമ്മൾ ആ ഡിസ്പേഴ്സൺ ഫൈൻഡ് ചെയ്യാനായിട്ട് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് എറർ ഫൈൻഡ് ചെയ്യുക. പിന്നെ ലോയും ഹൈയും വാല്യൂസും കൂടെ ഫൈൻഡ് ചെയ്യാനായിട്ട് കാണിച്ചിട്ട് നമ്മുടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് സാമ്പിൾ മീനും എത്ര ലോവർ റേഞ്ചും ഹയർ റേഞ്ചും ഏതിൻ്റെ ഇടയ്ക്കാണ് വരുന്നതെന്നും കൂടെ ഡിസ്പ്ലേയും കൂടെ ചെയ്യുന്നതായിട്ട് കാണിക്കുക. നമുക്കൊരു കമ്പാരിസണും കൂടെ പഠിച്ചു വയ്ക്കാം. ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഒരു കമ്പാരിസൺ. അതിനകത്ത് ഒന്നാമത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? സമ്മറൈസ് ആൻഡ് ഡിസ്ക്രൈബ് ദ മെയിൻ ഫീച്ചേഴ്സ്. രണ്ടാമത്തെ എന്താണ്? മേക്ക് പ്രഡിക്ഷൻ ഓർ എസ്റ്റിമേഷൻ. അടുത്തത് ഡീൽസ് ഓൺലി വിത്ത് ഡേറ്റ അല്ലേ, ആക്ച്വലി കളക്ട് ചെയ്ത ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഇതിലെന്ന് പറയുന്നത് ഗോസ് ബിയോണ്ട് ദ അവൈലബിൾ ഡേറ്റ ടു മേക്ക് ഇൻഫറൻസ് എബൌട്ട് ദ പോപ്പുലേഷൻ. ഇനി ഏതൊക്കെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നത് മീൻ മീഡിയൻ മോഡ്. അതേസമയം ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നത് ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ്, കോൺഫിഡൻസ് ഇൻ്റർവെൽ, റിഗ്രഷൻ, കോറിലേഷൻ, അനോവ. സ്കോപ്പ് ലിമിറ്റഡ് ടു പ്രസൻറ്റ് ഫാക്ട്സ് അബൌട്ട് ദ ഡേറ്റ സെറ്റ്, എക്സ്പ്ലെയിൻ the relationship, test theories and make decisions. Example ആയിട്ട് descriptive statisticsന്റെ എക്സാമ്പിൾ the average score of a 30 student is 72. അടുത്തത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാമ്പിൾ ദ ആവറേജ് സ്കോർ ഓഫ് ഓൾ സ്റ്റുഡൻറ്റ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഈസ് ലൈക്ലി ബിറ്റ്വീൻ 68 and 76 വിത്ത് 95% കോൺഫിഡൻസ്. അത് ഏതിൻ്റെ എക്സാമ്പിളാണ്? ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാമ്പിളാണ്. ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഒരു ചെറിയൊരു യൂണിറ്റാണ്. പ്രോഗ്രാംസ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കളഞ്ഞിട്ട് ജസ്റ്റ് ആ തിയറി എങ്കിലും വായിച്ച് പഠിക്കണം. നമ്മൾ ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്. അടുത്ത് നമ്മൾ പഠിച്ചത് ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് ഓഫ് EDA. ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് ഓഫ് EDA. EDAയുടെ ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത്. ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് ഓഫ് EDA ഏതൊക്കെയാണ്? ഡെസ്ക്രിപ്റ്റീവും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. ഇതിനകത്ത് ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ അതിൻ്റെ ലൈബ്രറി ഏതാണ് പൈത്തണിൽ യൂസ് ചെയ്ത് ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചല്ലേ. നംബൈ എന്ന് പറയുന്ന ലൈബ്രറിയെ കുറിച്ച് പഠിച്ചു. മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസും കൂടെ നമ്മൾ പഠിച്ചു. ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ് എന്നും എസ്റ്റിമേഷനും അതുപോലെ കോൺഫിഡൻസ് ഇൻ്റർവെൽ, റിഗ്രഷൻ ഓർ കോറിലേഷൻ അതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് കമ്പാരിസൺ ആയിരുന്നു. കമ്പാരിസൺ ബിറ്റ്വീൻ ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രേ ഈ യൂണിറ്റിൽ പഠിക്കാവുള്ളൂ. ഒരു സിമ്പിളായിട്ടുള്ളൊരു യൂണിറ്റാണ്, പഠിക്കണം. എളുപ്പമാണ്, ഇത് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു.